നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? കഠിനാധ്വാനം ചെയ്തിട്ടും ആഗ്രഹിച്ച ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നില്ലേ? എങ്കിൽ നിങ്ങൾ എവിടെയോ ഒരു ചെറിയ തെറ്റ് വരുത്തുന്നുണ്ട്. വിധി മാറ്റാൻ സഹായിക്കുന്ന, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ആ രഹസ്യമെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരുന്നുകൊണ്ടുതന്നെ എങ്ങനെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം എന്നതിന്റെ കൃത്യമായ വഴി ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിജയിക്കൂ എന്നാണ്. എന്നാൽ കഠിനാധ്വാനത്തേക്കാൾ വലിയൊരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞാലോ? ആ ശക്തിയെ എങ്ങനെ ഉണർത്താം എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. വിധി മാറ്റാൻ ആർക്കും കഴിയും. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഈ രീതി നിങ്ങൾക്കറിയാമോ? ഒരു നിമിഷം കൊണ്ട് ജീവിതം മാറുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിച്ചേക്കാം. എന്നാൽ സത്യം അതാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടത് വർഷങ്ങളല്ല, ദൂരങ്ങളല്ല, ഈ സെക്കൻഡാണ്. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ലോകത്തെ കീഴ്മേൽ മറിക്കാനുള്ള ആ അവിശ്വസനീയമായ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞു. കാരണം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ ഏക സൃഷ്ടാവ് നിങ്ങൾ മാത്രമാണ്. ഈ മഹാശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആ രഹസ്യം ഞാൻ വെളിപ്പെടുത്താം. ഇത് തുടങ്ങുന്നത് വെറും 2 ലളിതമായ വാക്കുകളിൽ നിന്നാണ്: വിശ്രമിക്കുക, വിശ്വസിക്കുക. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രമാത്രം സമ്മർദ്ദത്തിലൂടെയാണ് ഓരോ ദിവസവും നിങ്ങൾ കടന്നുപോകുന്നത്. എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിച്ചും എന്ത് സംഭവിക്കും എന്നോർത്ത് ആകുലപ്പെട്ടും നിങ്ങൾ തളർന്നു പോകുന്നില്ല. നമ്മൾ എപ്പോഴും ഉത്കണ്ഠയുടെ തടവറയിലാണ്. എന്നാൽ ഒരു നിമിഷം നിൽക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാനുള്ള യഥാർത്ഥ താക്കോൽ കഠിനമായി പിടിക്കുക എന്നതല്ല, മറിച്ച് വെറുതെ വിടുക, അല്ലെങ്കിൽ ലെറ്റിംഗ് ഗോ എന്നതാണെന്ന് ഞാൻ പറഞ്ഞാലോ? അതെ, നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാനും ആ സ്വപ്നജീവിതം കെട്ടിപ്പടുത്താനുമുള്ള ഏക വഴി ശാന്തമായി വിശ്രമിക്കുകയും പ്രപഞ്ചത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ മാറ്റിമറിക്കാൻ ഇതിന് സാധിക്കും. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനന്തമായ സാധ്യതകളിലേക്ക് നിങ്ങൾ വാതിൽ തുറക്കുകയാണ്. മനസ്സ് ശാന്തമാകുന്നു, ശരീരം സ്വസ്ഥമാകുന്നു. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ നിങ്ങൾ ഒരു ഇടം സൃഷ്ടിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം ഒഴുക്കിനെതിരെ തുഴയുന്നത് അവസാനിപ്പിച്ച് ജീവിതത്തിന്റെ സ്വാഭാവികമായ താളത്തിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഇനി ഇതിലെ ഏറ്റവും ആവേശകരമായ ഭാഗമെന്താണെന്നോ? ഈ വിശ്രമവും വിശ്വാസവും നിങ്ങളുടെ പ്രതീക്ഷകളുമായി കൈകോർക്കുമ്പോൾ അവിടെ മാന്ത്രികത സംഭവിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഫലങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയാൻ തുടങ്ങും. അത് വിദൂരഭാവിയിലല്ല, ഇവിടെ, ഇപ്പോൾ, ഈ നിമിഷം തന്നെ അത് ആരംഭിക്കുന്നു. നമ്മളിൽ പലരും വിശ്വസിച്ച് പഠിപ്പിക്കപ്പെട്ടത് മാറ്റങ്ങൾക്ക് സമയമെടുക്കുമെന്നാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനു മുൻപ് നമ്മൾ കഠിനാധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും സഹിക്കുകയും വേണമെന്ന്. എന്നാൽ അത് സത്യമല്ലെന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ദിവസം തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞാലോ? ഇതെല്ലാം വിശ്രമിക്കാനും വിശ്വസിക്കാനും വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാനും തീരുമാനിച്ചതിൽ നിന്ന് ആരംഭിച്ചു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതെന്താണെന്ന് എനിക്കറിയാം. ഞാൻ മുൻപ് പോസിറ്റീവ് ചിന്തിക്കാൻ ശ്രമിച്ചു, വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അതെനിക്ക് ഫലിച്ചില്ല. ഞാൻ നിങ്ങളെ കേൾക്കുന്നു. എന്നാൽ കാര്യമിതാണ്, ഇത് വെറും പോസിറ്റീവ് ചിന്തകളെക്കുറിച്ചോ വിഷ്വലൈസിംഗിനെക്കുറിച്ചോ അല്ല. അത് അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള യാഥാർത്ഥ്യം ഈ നിമിഷം തന്നെ ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ശരിക്കും വിശ്രമിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. നിങ്ങളുടെ ശരീരം പിരിമുറുക്കം വിടുന്നു, മനസ്സ് വ്യക്തമാകുന്നു. അനന്തമായ സാധ്യതകളുടെ ഒരു മണ്ഡലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ വേറിട്ടതല്ല, അവയുമായി ഒന്നായി മാറുന്നു. ഇവിടെയാണ് പ്രതീക്ഷ കടന്നുവരുന്നത്. നിങ്ങളൊരു കാര്യം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ അതിനായി ആശിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് അതറിയാം, അത് ഇതിനകം സംഭവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കുന്നു. അപ്പോഴാണ് പ്രപഞ്ചം പ്രതികരിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ബാഹ്യലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും ആന്തരിക ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും തമ്മിലുള്ള വ്യത്യാസം പ്രപഞ്ചത്തിന് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ഭൗതിക യാഥാർത്ഥ്യത്തിൽ അത് പ്രകടമാകുന്നതിനു മുൻപ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉള്ളതിന്റെ അനുഭവം സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ ഒരു യഥാർത്ഥ സൃഷ്ടാവാകുന്നത്. ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കാൻ നമ്മൾ എങ്ങനെ വിശ്രമിക്കുകയും വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യും? ഇത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നും ഊർജ്ജത്തിൽ നിന്നും ആരംഭിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും പ്രപഞ്ചത്തിലേക്കൊരു സിഗ്നൽ അയയ്ക്കുന്നു. ഇതൊരു കുളത്തിൽ കല്ലിട്ടതുപോലെയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാറ്റിനെയും ബാധിക്കുന്ന അലകൾ പടരുന്നു. കുറവിനെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും ആകുലതകളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ ആ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന സിഗ്നൽ നിങ്ങൾ അയയ്ക്കുന്നു.
എന്നാൽ സമൃദ്ധിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ചിന്തിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഒരു വ്യത്യസ്ത യാഥാർത്ഥ്യം സൃഷ്ടിക്കുകയാണ്. വ്യത്യസ്തമായ ഒരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്യുന്നു. ഇത് ചിന്തകളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ഊർജ്ജത്തെയും വൈബ്രേഷനെയും കുറിച്ചാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വികാരവും പ്രപഞ്ചത്തിലേക്കൊരു സിഗ്നൽ അയക്കുന്നു. സമ്മർദ്ദത്തിലോ ആകുലതയിലോ ആയിരിക്കുമ്പോൾ നിങ്ങളൊരു താഴ്ന്ന ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. എന്നാൽ വിശ്രമിക്കാനും വിശ്വസിക്കാനും ആഗ്രഹങ്ങൾ പ്രകടമാകുന്നതിനു മുൻപ് തന്നെ സന്തോഷവും കൃതജ്ഞതയും അനുഭവിക്കാനും കഴിയുമ്പോൾ നിങ്ങൾ അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ ചിന്തകളെയും ഊർജ്ജത്തെയും എങ്ങനെ മാറ്റിയെടുക്കാം? ഇത് അവബോധത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ദിവസം മുഴുവൻ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നും അനുഭവിക്കുന്നതെന്നും ശ്രദ്ധിക്കുക. സമ്മർദ്ദത്തിലോ ആകുലതയിലോ ആയിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നീട് മാറ്റം വരുത്താൻ ബോധപൂർവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക. ഒരു ദീർഘശ്വാസമെടുക്കുക. ശരീരം വിശ്രമിക്കുന്നത് അനുഭവിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഞാൻ ശരിക്കുമെല്ലാം എനിക്കുവേണ്ടി പൂർണ്ണമായി നടക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചിന്തിക്കുമായിരുന്നു? ഇവിടെയാണ് ധ്യാനം കടന്നുവരുന്നത്. ധ്യാനിക്കുമ്പോൾ ചിന്തകൾക്കിടയിൽ ഒരു ശാന്തതയുടെയും സാധ്യതയുടെയും സ്ഥലം നിങ്ങൾ കണ്ടെത്തുന്നു. അവിടെ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുനഃക്രമീകരിക്കാൻ സാധിക്കും. നമ്മുടെ മിക്ക ചിന്തകളും ഉപബോധ മനസ്സാൽ നിയന്ത്രിക്കപ്പെടുന്നവയാണ്. ധ്യാനത്തിൽ നിങ്ങൾക്കാവശ്യമുള്ള യാഥാർത്ഥ്യം വിഷ്വലൈസ് ചെയ്യാം. പക്ഷേ ഓർമ്മിക്കുക, ഇത് വെറുതെ മനസ്സിൽ കാണുന്നതല്ല. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും അത് അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ്. മികച്ച ആരോഗ്യം ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും? സാമ്പത്തിക സമൃദ്ധി എങ്ങനെയായിരിക്കും? ഈ വികാരങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സ്വയത്തെ അനുവദിക്കുക. ഇതൊരു ദൈനംദിന പ്രാക്ടീസായി മാറണം. എല്ലാ ദിവസവും വിശ്രമിക്കാനും വിശ്വസിക്കാനും പ്രതീക്ഷിക്കാനും സമയം കണ്ടെത്തുക. പ്രപഞ്ചം എല്ലായ്പ്പോഴും നമ്മളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ സിൻക്രോണിസിറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങും. യാദൃശ്ചികമല്ലാത്ത ചെറിയ അടയാളങ്ങൾ. ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉടനെ അവർ വിളിക്കുന്നതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾ ശരിയായ പാതയിലാണെന്നതിന്റെ അടയാളങ്ങളാണ്. കൃതജ്ഞത അത്ഭുതങ്ങൾക്കുള്ള ഒരു കാന്തമാണ്. ഉള്ള കാര്യങ്ങളിൽ നന്ദിയുള്ളവരാകുമ്പോൾ പ്രപഞ്ചം കൂടുതൽ നൽകുന്നു. എല്ലാ ദിവസവും നന്ദിയുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കാര്യങ്ങൾ സംഭവിക്കുന്നതിനു മുൻപ് തന്നെ അവയോട് നന്ദിയുള്ളവരായി തുടങ്ങുക. സന്തോഷത്തിനായി ഭാവിയിലേക്ക് മാത്രം നോക്കാതെ വർത്തമാന നിമിഷത്തിൽ സന്തോഷം കണ്ടെത്തുക. നിങ്ങളുടെ വിജയകരമായ പതിപ്പായി ഇന്നുതന്നെ ജീവിക്കാൻ തുടങ്ങുക. ഭയം വരുമ്പോൾ അതിനെ തിരിച്ചറിയുക. അതിനെതിരെ പോരാടാതെ വിശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മസ്തിഷ്കത്തിന് പുതിയ ന്യൂറൽ പാത്വേകൾ സൃഷ്ടിക്കാൻ കഴിവുണ്ട്. സ്ഥിരമായി നല്ല കാര്യങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ഘടന തന്നെ മാറുന്നു. ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ നിർവചിക്കുന്നില്ല. ഓരോ നിമിഷവും ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളെ തന്നെ പരിപാലിക്കുക. ഒഴിഞ്ഞ കപ്പിൽ നിന്ന് ഒന്നും ഒഴിക്കാൻ കഴിയില്ല. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക. ജീവിതത്തിന്റെ ഒഴുക്കിൽ വിശ്രമിക്കുക. എല്ലാം നന്മയ്ക്കുവേണ്ടിയാണെന്ന് വിശ്വസിക്കുക. ആഗ്രഹങ്ങൾ വ്യക്തമാക്കുക. പ്രചോദിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുക. എന്നിട്ട് ഫലത്തോടുള്ള അമിത ആസക്തി വിട്ടു പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. ഈ അറിവുകൾ പ്രായോഗികമാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ താങ്ക്സ് യൂണിവേഴ്സ് എന്ന് രേഖപ്പെടുത്തുക. പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുതന്നെ സംഭവിക്കട്ടെ.